പാട്ട് കേൾക്കുന്നു, പാട്ട് ഞങ്ങള് കേൾക്കുന്നില്ല. എന്റെ ചെവി കേൾക്കുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ടെന്ന് പറ. അതെ, മെഡിക്കൽ സയൻസിന് ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, അപ്പൊ എന്റെ കുഞ്ഞോ? ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ഇത് പരിശോധിക്കാൻ വേണ്ടി ഞാനൊരു റേഡിയോ മെക്കാനിക്കിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ എന്തോ ശരിക്കും ഇവന്റെ റേഡിയോ ഒക്കെ അടി കിട്ടിയോണ്ടാണ് റേഡിയോ കേൾക്കണേ. ഇവന്റെ ടി വി ഇരിക്കുന്ന ഭാഗത്ത് അടി കിട്ടിയെങ്കിൽ കുറച്ചായിരുന്നു ടി വി കാണാം. അയ്യോ, കൊച്ചിനെ ഇങ്ങോട്ട് ആക്കിയച്ചും പോരാ, ടി വി കാണാൻ നിങ്ങൾക്കല്ലേ. റേഡിയോ പഴയ റേഡിയോ ആണെങ്കിൽ ഞാൻ എടുത്തോളാം. എനിക്ക് പഴയ റേഡിയോട് ഭയങ്കര ക്രേസുള്ള റേഡിയോ ഇതല്ലേ? ഇതാ റേഡിയോ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ കയ്യൊന്ന് അടിച്ചേ. ആണ്ടാ, പുള്ളി മാത്രല്ലേ പാട്ട് കേൾക്കണുള്ളൂ. മൊത്തത്തിൽ എല്ലാവർക്കും കേൾക്കാനുള്ള ഒരു രീതി ഉണ്ടാക്കി തരാം. അത് മതി, അതേ പറ്റുള്ളൂ. കടപ്പുറത്തൊരു റേഡിയോ ഇല്ല, അത് മതി. ആദ്യം ശരിയാക്കി തരാം. ഒറ്റ മാർഗമുള്ളത്. തല നേരെ പിടിച്ച മോനെ. തല നേരെ പിടിച്ചട്ടാ. അനക്കല്ലേ, അനക്കല്ലേ, അനക്കരുത്. ഇത് പിടിച്ചോട്ടോ, ഇത് മോൻ പിടിച്ചോട്ടോ. കൊള്ളാല്ലേ ഈ പരിപാടി? ട്യൂൺ ചെയ്യട്ടെ. ട്യൂൺ ചെയ്താ നീ വേണം ട്യൂൺ ചെയ്ത് കൊണ്ടുപോക്കോ അതിനെ. അതല്ലെന്ന്, റേഡിയോ ട്യൂൺ ചെയ്യട്ടെ. റേഡിയോ ട്യൂൺ ചെയ്ത് തരാം. എടോ, റേഞ്ച് പിടിക്കില്ല, റേഞ്ച്. ഇവിടെ കൊണ്ടുപോയി ഇതാണ് ഇതിന്റെ റേഞ്ച്. ഇവിടെ തന്നെ ഇരിച്ചാലേ ഇത് കറക്റ്റ് കിട്ടുള്ളൂ. ആണല്ലേ? ഇവിടെ മാറിയ അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് കറക്റ്റ് സ്ഥലത്തെ കൊണ്ട് ചിത്രം കുയിലിനെ തേടി പാടിയത് യേശുദാസ്. എന്താടാ ഇവിടെ ചോദിക്കാനും പറയാൻ ആളുകളൊന്നും ഇല്ലെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? നിന്റെ ധാരാടാ പറഞ്ഞു. ഞങ്ങൾ കടൽ കാണാമെന്നാണ്. കടൽ കാണാൻ തുടങ്ങിയ എടി, നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരില്ലേ? ടിവിയും പത്രമൊന്നും കാണുന്നില്ലേ നീ? എടാ, ഇവര് തോളോട് തോൾ ചേർന്നിരുന്ന് കാര്യം പറയുന്നു. ആ കടപ്പുറത്തിരുന്ന് ഇവിടെ. അണ്ണാ വേണ്ട, ഫേസ്ബുക്കിൽ എടുത്തോ? കാണിച്ചു നോക്കട്ടെ. കാണിച്ചേ. അണ്ണാ, ഈ ഇതൊക്കെ അങ്ങോട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ പിടിച്ച് 10 പേര്, 100 പേര്, 1000 പേര്, 10000 പേര് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ മനസ്സിലൊരു കുഞ്ഞു സുഖം, ഒരു സംതൃപ്തി. നിന്റെ മൊബൈല് നിന്റെ പെങ്ങളാണ്, നീ സമ്മതിക്കോ? ഒരു സദാചാര പോലീസ് വന്നേക്കണം. അല്ലേ, എല്ലാവരും വന്ന് അവിടെ സംസാരിക്കാൻ നിനക്കല്ല അമ്മാർക്ക് അണ്ണൻ കാണിച്ച മോശം പരിപാടിയായി എന്നാടാ? ഇവിടെ ഇങ്ങനെ ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ ഞങ്ങളല്ലേ ചോദിക്കാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളെ പയ്യന്മാർ ചോദിച്ചു. അതിന് അണ്ണൻ കയറി ഇങ്ങനെ ഇടപെട്ട് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓഹോ, അപ്പൊ നീ വേറെ ആളായോ? ഞാൻ വേറെ ആളായല്ല, അണ്ണൻ കാണിച്ച മോശത്തരമാണ്. ആ മോശത്തരാണ് ഈ മോശത്തരം. പോട്ടെ, എനിക്ക് പോലും വീഡിയോ കാണാതെ അണ്ണ എടുത്ത് എറിഞ്ഞതാ കേട്ടോ. പരിപാടി കേട്ടോ. നീന്റെ പണി എന്താ പ്രശ്നം? നിന്റെ കെട്ടിയ ആ പെണ്ണും ആ കൊച്ചിനെ കയറി പിടിക്കാൻ നിങ്ങൾ എന്തിനാ ആ പെണ്ണിനെ കയറി പിടിച്ചത്? എന്റെ പൊന്നെ, ഞാൻ നിന്നെ പോലും പിടിക്കുന്നില്ല, പിന്നെ വഴിയെ പോയ പെണ്ണിനെ. നീ ഒന്ന് പോകണ്ട അവിടുന്ന്. വൃത്തിയേട് പറയരുത് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, ആ ചേട്ടൻ പറയുന്നത് സത്യമായിരിക്കും. കണ്ടോ? എന്നിട്ട് ഈ കരക്കാര് പറയുന്നതേ ഉള്ളൂ അവക്ക് വിശ്വാസം. അയ്യോ, എന്നെ കെട്ടിയാ പിഴച്ചു പോയേ. അയ്യോ അയ്യോ, മര്യാദക്കും അവിടുന്ന് മാറി നിന്നോണല്ലോ. അടിച്ചാണ്ടല്ലോ ആ ചെറുക്കന്റെ തലക്ക് അടിച്ചാ. ഇത് പിടിച്ചു. ഇത് പിടിക്കാൻ ഇല്ലെങ്കിൽ തന്തേ മോനെ കൊന്ന ഞാനാന്ന് പോലീസുകാർ പറയും. ഞാൻ തന്നാ.
താനേത് തനിക്ക് ഒരു രോഗം ഉണ്ടായപ്പോ ഞാൻ കൊണ്ട് ഫിറ്റ് ചെയ്ത സ്പീക്കർ അത്. തനിക്ക് അസുഖം താൻ വല്ല പണി നോക്കി പോടൂ. അമ്മ ചോറ് വിളുമ്പോ എത്ര നേരം ചോറ് ചോദിക്കുന്നു? അയ്യോ എന്റെ പൊന്നോക്കടെ അസുഖമൊക്കെ മാറിയല്ലോ. അമ്മച്ചി അത് മറന്നുപോയി. എനിക്ക് അസുഖം? ഓ അമ്മ ഇതെന്നെ വർത്താനം പറഞ്ഞു. എന്റെ പൊന്നോനെ നീ പുഴനെ പോലെ ആയിപ്പോയത്. ഞാനോ? ആ പക്ഷെ അമ്മ എനിക്കൊരു അസുഖം കണ്ടില്ല. ഞാൻ ചില്ല നിൽക്കുന്നുണ്ടല്ലേ. എനിക്ക് വർക്കിന് പോകണം. വർക്കിനാ? ആ വർക്കിന് പോകണം. നിനക്ക് ഇന്ന് ഡാൻസ് ഉണ്ടാ? ഡാൻസോ? ആ. അയ്യോ ഞാൻ ഡാൻസ് കളിക്കുമെന്ന്. ഞാൻ ഡാൻസ് പോലും കളിക്കത്തില്ല കേട്ടോ. അമ്മ പറയുന്നത് ഞാൻ ഡാൻസിന് പോകണം. അമ്മ എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. ഞാൻ ഈ വലയെടുത്തോണ്ട് ഞാൻ വീശാൻ പോവാ, കടലിൽ പോവാ. ഇതെന്നാ ഞാൻ ഈ കേക്കണത്? എന്ത്? നീ കടലിൽ പോണെന്നാ? പിന്നെ പോണ്ടേ? ദേ മനുഷ്യ, അമ്മയുടെ നിങ്ങൾ അങ്ങോട്ട് എഴുന്നേറ്റ്. നമ്മളെ ചെറുക്കനെ കടലിൽ വീശാൻ പോണെന്ന്. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ മനുഷ്യ. നിങ്ങൾക്ക് എന്നാ ചെവിയാക്കാൻ പാടില്ല. അണ്ണാ അണ്ണന്റെ മോൻ കടലിൽ വീശാൻ പോകുന്നെന്ന്. പോണ്ട അച്ഛൻ പോണ്ട അച്ഛൻ പോണ്ട. വന്ന ബാധായല്ല എന്റെ കുടുംബത്തോട്ടാണല്ലോ കയറി വന്നത്. ഇനി ഞാൻ എന്നാ ചെയ്യും എന്റെ കർത്താവേ? ഒന്നും ചെയ്യാനില്ല ചേച്ചി. മോന്റെ തലയിൽ വെച്ച ഹെൽമെറ്റ് അച്ഛന്റെ തലയിൽ വെച്ചാൽ സംഭവം ഓക്കെ.